11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ജനപങ്കാളിത്തം കൊണ്ടാണ് ഈ തവണ ശ്രദ്ധ നേടിയത്. UAE, ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ മിക്കയിടങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്ഥലത്തെയും യോഗാ പരിപാടികളിൽ, ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സ്വദേശികളും അതോടൊപ്പം തന്നെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരും എല്ലായിടങ്ങളിലും വളരെ സജീവമായി തന്നെ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ എംബസി തുടങ്ങിയവയുടെ നേതൃത്വത്തിലും ഒക്കെ ആയിരുന്നു വിവിധ രാജ്യങ്ങളിൽ ഇത്തവണ യോഗാ ദിനാഘോഷം. അബുദാബിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UAEയുടെ സഹിഷ്ണുതാകാര്യ മന്ത്രി, അതോടൊപ്പം തന്നെ ടെന്നീസ് താരം സാനിയ മിർസ തുടങ്ങിയവരൊക്കെ യോഗ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡറും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഷാർജയിൽ നടക്കുന്ന യോഗ ദിനാഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇത് ഷാർജ എക്സ്പോ സെന്ററിലാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അടക്കമുള്ള നിരവധി പേർ ഇവിടെ പങ്കെടുത്തു. ഇതുപോലെ തന്നെയാണ് ഒമാനിൽ മസ്കറ്റിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്ത്യൻ അംബാസിഡർ തന്നെയാണ് മുഖ്യ അതിഥിയായി അവിടെ എത്തിയത്. ഏതാണ്ട് 400ഓളം പേരാണ് അവിടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. അംബാസിഡർ GV ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരുന്നു മസ്കറ്റിലെ ആഘോഷ പരിപാടികൾ. ഇതുപോലെ പലയിടങ്ങളിലും ആഘോഷങ്ങൾ പല സംഘടനകൾ സംഘടിപ്പിച്ചു. കാരണം യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റുക, അതാണ് ഇവിടെ എത്തിയിട്ടുള്ള പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതും. അവർ ജീവിതത്തിൽ ഇത് പുലർത്തുന്നുണ്ട്. നല്ല ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ സൗഹൃദം, ഒരു ലോകം, ആ ലോകത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകാനൊക്കെയാണ് യോഗ ആഘോഷം ഇതുപോലെ നടക്കുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ എല്ലായിടങ്ങളിലും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അടിപൊളിയാണ്. ഞങ്ങൾ സ്ഥിരം ചെയ്യാറുണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വേറെ ടീച്ചർ ഉണ്ടായിരുന്നു മുമ്പ് പഠിപ്പിച്ചത്. അപ്പൊ വീട്ടിൽ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, എവറി ഇയർ മിസ്സാവാണ്ട് വരണം പറഞ്ഞിട്ട്. നല്ല ഓർഗനൈസ്ഡ് ബൈ അയ്യക്കത്ത ഇന്ത്യൻ കൗൺസിൽ. ഹാറ്റ്സ് ഓഫ് ടു ദ അറേഞ്ച്മെന്റ്സ് ആൻഡ് എവറിത്തിങ് അമേസിംഗ്. വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ഇടങ്ങളിലും ആഘോഷ പരിപാടികൾ പങ്കാളികളായി നിറഞ്ഞ മനസ്സും, അതോടൊപ്പം തന്നെ ഇനിയും ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിലും ഇതേപോലെ തന്നെ യോഗാഭ്യാസം തുടരുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഷാർജയിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.